ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂദാശ സ്വീകരണത്തിലൂടെ ആദ്യമായി ഈശോയെ ജീവിതത്തിൽ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും പ്രാർത്ഥനകളും. കൂദാശ സ്വീകരണത്തിന് നമ്മെ ഏറെ സഹായിക്കുന്ന റവറൻഡ് സിസ്റ്റർ മേഴ്സി സേവ്യർ DM-ന്റെ കൂദാശകൾ കൃപയുടെ നിർച്ചാലുകൾ എന്ന പുസ്തകത്തിലെ ആദ്യ ഭാഗമായ വിശ്വാസത്തെക്കുറിച്ച് നമുക്കിന്ന് ചർച്ച ചെയ്യാം. വിശ്വാസം എന്താണ്? വിശ്വാസം മനുഷ്യ ജീവിതത്തിൽ സാധാരണ ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ് വിശ്വാസം എന്നത്, അല്ലേ? എന്നാൽ നാം ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് വിശ്വാസം എന്ന വാക്കിന് അനിർവചനീയങ്ങളായ അർത്ഥതലങ്ങളാണുള്ളത്. അത് നമ്മുടെ ക്രിസ്തീയ ജീവിത താളത്തെ ചിട്ടപ്പെടുത്തുന്ന, സ്ഥിരപ്പെടുത്തുന്ന അമൂല്യതയാണ്. ഈ വിശ്വാസം ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന സൗജന്യ ദാനമാണ്. ഈ ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത്, പഠിക്കുന്നത്, അറിയുന്നത് വിശുദ്ധ ബൈബിളിലൂടെയും നമ്മുടെ പാരമ്പര്യങ്ങളിലൂടെയും സഭയുടെ പ്രബോധനങ്ങളിലൂടെയുമാണ്. വിശുദ്ധ ബൈബിളിൽ വിശ്വാസത്തെക്കുറിച്ച് പറയുന്ന അതിമനോഹരമായൊരു വചനമുണ്ട്. ഏതാ വചനം? വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഹെബ്രായർ 11-ാം അധ്യായം 1-ാം തിരുവചനം. ഈ തിരുവചനം നിങ്ങൾ മനഃപ്പാഠമായി പഠിച്ച് ഉരുവിടേണ്ട ഒരു വചനമാണിത്. ഒന്ന് പറഞ്ഞേ. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഈ ലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിലും ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നതും ശിക്ഷിക്കപ്പെടുന്നതും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് യേശു പഠിപ്പിക്കുന്നു. യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് യേശുവിൽ വിശ്വസിച്ച വ്യക്തികൾക്ക് മാത്രമാണ് യേശു രോഗസൗഖ്യങ്ങൾ നൽകിയത്, അല്ലേ? അതുപോലെ നാം നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ യേശുവിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്താൽ നാം ഈ ലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിലും രക്ഷ പ്രാപിക്കും എന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, ദൈവമായ കർത്താവിൽ പരിപൂർണമായി വിശ്വസിച്ച ധാരാളം ദൈവഭക്തരെ നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണാനാകും. അതിൽ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ദൈവമായ കർത്താവിൻ്റെ ആഹ്വാനമനുസരിച്ച് ഉടനടി പ്രത്യുത്തരിക്കുന്ന പിതാവായ അബ്രഹാമിൻ്റെയും ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് മാലാഖ വഴി തിരിച്ചറിഞ്ഞ ദൈവഹിതത്തിന് പരിപൂർണമായി സമർപ്പണം കാഴ്ചവെച്ച പരിശുദ്ധ അമ്മയുടെയും വിശ്വാസം നമുക്ക് മാതൃകയാണ്. ദൈവത്തിൻ്റെ വെളിപാടിനോടുള്ള മനുഷ്യൻ്റെ പ്രത്യുത്തരമാണ് വിശ്വാസം എന്ന് ഈ 2 ഉദാഹരണങ്ങൾ വ്യക്തമാക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകാൻ നമ്മുടെ ജീവിതങ്ങളെ വിനയപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ വിശ്വാസ ജീവിതം അർത്ഥപൂർണമാകുന്നത്. ദൈവശാസ്ത്രജ്ഞനായ കാൾ റാനറിൻ്റെ അഭിപ്രായത്തിൽ വിശ്വാസത്തിൻ്റെ അർത്ഥം എന്നത് ജീവിതകാലം മുഴുവനും ദൈവത്തിൻ്റെ അഗ്രാഹ്യതയോട് ചേർന്ന് നിൽക്കുക എന്നതാണ്. കുഞ്ഞുങ്ങളായ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഈ ജീവിതകാലം മുഴുവൻ മരണം വരെയും വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കണം. വിശ്വസിക്കുന്നത് ജീവിക്കുകയും അത് മറ്റുള്ളവർക്ക് സാക്ഷ്യമാകുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ വിശ്വാസം അർത്ഥപൂർണമാകുന്നത്. വിശ്വാസം പല വിധത്തിലുണ്ട്. സഭാപ്രബോധനങ്ങളിലൂടെ ലഭിക്കുന്ന അറിവിൻ്റെ തലത്തിലുള്ള വിശ്വാസം, ഡോഗ്മാറ്റിക് ഫെയ്ത്ത്. അടയാളങ്ങളും അത്ഭുതങ്ങളും വഴി ലഭിക്കുന്ന അനുഭവ തലത്തിലുള്ള വിശ്വാസം, എക്സ്പീരിയൻഷ്യൽ ഫെയ്ത്ത്. രക്ഷ പ്രദാനം ചെയ്യുന്ന വിശ്വാസം, റിഡംപ്റ്റീവ് ഫെയ്ത്ത്. ഇതിൽ രക്ഷ പ്രദാനം ചെയ്യുന്ന വിശ്വാസം മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. കുഞ്ഞുമക്കളെ, വിശുദ്ധ ബൈബിളിലൂടെയും സഭാപ്രബോധനങ്ങളിലൂടെയും നിങ്ങൾക്ക് ലഭിക്കുന്ന അറിവിൻ്റെ തലത്തിലുള്ള വിശ്വാസം ആർജിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഈശോ നിരന്തരം ഇടപെടുന്നു എന്ന അനുഭവ തലത്തിലുള്ള വിശ്വാസത്തിലൂടെ വളർന്ന് നിത്യരക്ഷ പ്രാപിക്കുന്നതിലേക്ക് വരെ നാം ഓരോ വിശ്വാസികളും വളരണം. വിശ്വാസത്തിന് പ്രധാനമായും 2 രഹസ്യങ്ങളാണുള്ളത്. ഒന്ന്, ദൈവത്തിൻ്റെ ഏകത്വവും ത്രിത്വവും. ഏകദൈവ വിശ്വാസമാണ് നമുക്കുള്ളത്, അല്ലേ? അതിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ 3 ആളുകൾ ചേർന്നാണ് ഏകത്വം, ദൈവത്തിൻ്റെ ഏകത്വം. രണ്ടാമത്, പുത്രൻ തമ്പുരാൻ്റെ മനുഷ്യാവതാരവും പീഠാനുഭവവും കുരിശുമരണവും ഉയർപ്പും
മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പും. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? പുത്രൻ തമ്പുരാൻ മനുഷ്യാവതാരം ചെയ്തെന്നും മാനവരാശിയുടെ പാപങ്ങൾക്ക് പരിഹാരമായി പീഡകളേറ്റ് കുരിശുമരണം വരിക്കുകയും പിന്നീട് മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു ഇന്നും നമുക്കായി ജീവിക്കുകയും ചെയ്യുന്നു എന്ന വിശ്വാസം. ദൈവപുത്രൻ്റെ മനുഷ്യാവതാരം എന്നാൽ എന്താണ്? നമുക്കറിയാം, പരിശുദ്ധ തൃത്വത്തിലെ രണ്ടാമത്തെ ആളാണ് ദൈവപുത്രൻ അല്ലേ? ഈ ദൈവപുത്രൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് ജനിച്ചത്. അവിടുന്ന് പരിശുദ്ധ കന്യകമറിയത്തിൻ്റെ ഉദരത്തിലാണ് ജനിച്ചതെന്നും നമുക്കറിയാം. എങ്ങനെയാണ് ജനിച്ചത്? നമ്മുടേതുപോലെ ഒരു ശരീരത്തെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ സ്വീകരിച്ച് മനുഷ്യനായി ജനിച്ചു. ഇതിനെയാണ് മനുഷ്യാവതാരം എന്ന് പറയുന്നത്. ഇതൊരു ദൈവിക രഹസ്യമാണ്. ഏറെ വിശ്വാസത്തോടുകൂടി ഗ്രഹിച്ചാൽ മാത്രമേ ഈ ദൈവിക രഹസ്യത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. ദൈവപുത്രൻ മനുഷ്യാവതാരം ചെയ്തത് എന്തിന്? മനുഷ്യവർഗത്തെ രക്ഷിക്കാനാണ് ദൈവപുത്രൻ മനുഷ്യാവതാരം ചെയ്തത്. മനുഷ്യവർഗത്തെ എന്തിൽ നിന്ന് രക്ഷിക്കാനാണ്? മനുഷ്യൻ്റെ പാപങ്ങളിൽ നിന്ന് അവനെ രക്ഷിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ദൈവപുത്രൻ മനുഷ്യാവതാരം ചെയ്തത്. അവിടുന്ന് എങ്ങനെയാണ് നമ്മെ വീണ്ടെടുത്തത്? തൻ്റെ മനുഷ്യാവതാരവും പീഠാസഹനവും കുരിശുമരണവും ഉത്ഥാനവും വഴിയാണ് യേശു നമ്മെ വീണ്ടെടുത്തത്. പ്രിയ കുഞ്ഞുങ്ങളെ, നോക്കൂ, ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന്. അതുകൊണ്ട് തന്നെയല്ലേ ദൈവത്തിൻ്റെ ഏകപുത്രനെ ഭൂമിയിലേക്ക് അയച്ച് നമ്മെ രക്ഷിച്ചത്, നമ്മുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിച്ചത്. നമ്മെ സ്നേഹിക്കുന്ന ആ നല്ല ദൈവത്തിനെ നാം ഓരോരുത്തരും, നിങ്ങൾ ഓരോരുത്തരും പൂർണ്ണ ഹൃദയത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി സ്നേഹിക്കണം, ആരാധിക്കണം. വീണ്ടെടുത്ത് രക്ഷിക്കുക എന്നാൽ എന്ത്? ആദ്യ മാതാപിതാക്കളുടെ പാപം മൂലം മാനവരാശിക്ക് നഷ്ടമായ ദൈവിക ജീവൻ തിരികെ നൽകുന്നതിന് ദൈവനീതിക്കൊത്ത വിധം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് നമ്മെ നരകത്തിൽ നിന്നും പിശാചിൻ്റെ അടിമത്വത്തിൽ നിന്നും മോചിപ്പിച്ച് നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുന്നതിനായി ദൈവിക ജീവൻ നമുക്ക് നൽകിയതിനെയാണ് വീണ്ടെടുത്ത് രക്ഷിക്കുക എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളെ, നിങ്ങളിൽ ഇപ്പോഴുള്ളത് ദൈവിക ജീവനാണ്. ആ ദൈവിക ജീവനെ വിശുദ്ധിയോടുകൂടി നമ്മൾ നിലനിർത്താൻ, സൂക്ഷിക്കാൻ നാം നിരന്തരം പരിശ്രമിക്കണം. നിങ്ങളിലുള്ള ആ ദൈവിക ജീവന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ നിരന്തരം പ്രാർത്ഥിക്കുകയും വിശുദ്ധ ബൈബിൾ വായിക്കുകയും കൽപ്പനകൾ കർശനമായി പാലിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം. ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? യേശുവിനെ സ്വീകരിക്കുകയും ജീവിതം മുഴുവൻ യേശുവിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുക എന്നതാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നതിൻ്റെ അർത്ഥം. നാം യേശു ക്രിസ്തുവിനെ വിശ്വാസത്തോടുകൂടെ സ്വീകരിക്കുകയും നമ്മുടെ ജീവിതം മുഴുവൻ യേശു ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായി ഉറപ്പിച്ചു നിർത്തുകയും വേണം. നമ്മുടെ സമൂഹത്തിൽ വിവിധ മതങ്ങളും മതവിശ്വാസങ്ങളുമുണ്ട്. അവയുടെ പ്രലോഭനങ്ങളോ തിന്മകളോ നിങ്ങളെ മലിനമാക്കാതിരിക്കാൻ അനുദിനം വിശുദ്ധിയോടുകൂടി വിശുദ്ധ കുർബാനയിലൂടെ ഈശോയെ സ്വീകരിച്ച് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മാതൃകകളായി നിങ്ങൾ മാറണം. വിശ്വാസവും ശാസ്ത്രവും തമ്മിൽ വൈരുദ്ധ്യമുണ്ടോ? ഇല്ല എന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു. വിശ്വാസം യുക്തിക്ക് അതീതമാണ്. നമ്മുടെ ബുദ്ധി കൊണ്ട് അളക്കാൻ പറ്റുന്ന ഒന്നല്ല വിശ്വാസം. കാരണം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവമാണ്. ആ മനുഷ്യനിൽ ബുദ്ധിയുടെ പ്രകാശം നിക്ഷേപിച്ചതും ദൈവമാണ്. അവനിൽ വിശ്വാസം ജനിപ്പിക്കുകയും ചെയ്തത് ദൈവമാണ്. മനുഷ്യന് ദിവ്യരഹസ്യങ്ങൾ വെളിപ്പെടുത്തി നൽകിയതും ദൈവമാണ്. ഇങ്ങനെ ദൈവം സൃഷ്ടിച്ച മനുഷ്യനിൽ നിക്ഷേപിതമായിരിക്കുന്ന ബുദ്ധിയിലൂടെ ഉരുത്തിരിയപ്പെട്ട ശാസ്ത്രം ദൈവീക സൃഷ്ടികളെ സേവിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് മാത്രമാണ്. അതിനെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് സ്വയം പ്രതിഷ്ഠിക്കാനുള്ളതല്ല എന്നും ശാസ്ത്രത്തെക്കുറിച്ച് വിശ്വാസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ വിശ്വാസത്തിന് സഭയുമായി എന്ത് ബന്ധമാണുള്ളത്? സഭയിൽ നിന്നാണ് നാം വിശ്വാസം സ്വീകരിക്കുന്നത് അല്ലേ? സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ നൽകുന്ന സ്വതന്ത്രമായ പ്രത്യുത്തരമാണ് വിശ്വാസം. ഇത് വ്യക്തിപരമായ ഒന്നാണ്. എന്നാൽ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയുമ്പോൾ വിശ്വാസം സഭാത്മകമാകുന്നു, ഒരു കൂട്ടായ്മയുടേതാകുന്നു അല്ലേ? സ്വന്തം ശക്തി കൊണ്ട് വിശ്വസിക്കാനോ ജീവിക്കാനോ ആർക്കും കഴിയുകയില്ല. വിശ്വാസികളുടെ സമൂഹത്തിലാണ് വിശ്വാസം വളരുകയും നിലനിൽക്കുകയും ചെയ്യുന്നത്.
പങ്കുവയ്ക്കാനും പകർന്നു നൽകാനും കഴിയാത്ത വിശ്വാസം അത് ശാശ്വതമല്ല. വിശ്വാസികളുടെ കൂട്ടായ്മയായ സഭയിൽ വിശ്വാസം പങ്കുവയ്ക്കുകയും പുതുതലമുറകൾക്ക് അത് പകർന്നു നൽകുകയും ചെയ്യുന്നു. മാത്രമല്ല, നമ്മുടെ വിശ്വാസത്തെ അനുദിനം ശക്തിപ്പെടുത്തുകയും ദൃഢപ്പെടുത്തുകയും ചെയ്യുന്നത് സഭയിലെ കൂട്ടായ്മയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസവും സഭയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. നമ്മുടെ വിശ്വാസം നിലനിർത്തുന്നതിന് സഭയോട് ചേർന്ന് പ്രാർത്ഥനാ ജീവിതം നയിക്കാൻ കുഞ്ഞുങ്ങളായ നിങ്ങൾ ഓരോരുത്തരും നിരന്തരം പരിശ്രമിക്കണം. വിശ്വാസത്തെക്കുറിച്ച് നാം അറിയുകയും പഠിക്കുകയും ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും വിശുദ്ധ കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. ശ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണം, നിഖ്യാ വിശ്വാസ പ്രമാണം, ഇങ്ങനെ 2 വിശ്വാസ പ്രമാണങ്ങളാണ് നിലവിലുള്ളത്. നിഖ്യാ വിശ്വാസ പ്രമാണത്തിലും ശ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണത്തിലും നമ്മുടെ വിശ്വാസ സത്യമാണ് പ്രഘോഷിക്കപ്പെടുന്നത്. ഇവയുടെ ഉള്ളടക്കം ഒന്ന് തന്നെയാണ്. ഒരു കത്തോലിക്ക വിശ്വാസി ജനനം മുതൽ മരണം വരെ അറിഞ്ഞിരിക്കേണ്ട 12 വിശ്വാസ സത്യങ്ങളാണ് ഈ വിശ്വാസ പ്രമാണം പ്രഘോഷിക്കുന്നതിലൂടെ ഏറ്റുപറയപ്പെടുന്നത്. കത്തോലിക്ക സഭയിൽ നിഖ്യാ വിശ്വാസ പ്രമാണം, ശ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണം എന്നീ 2 വിശ്വാസ പ്രമാണങ്ങളാണ് ഉള്ളത്. ഇതിൽ നിഖ്യാ വിശ്വാസ പ്രമാണം നാം വിശുദ്ധ കുർബാന മധ്യമൊക്കെ ഭക്തിപൂർവ്വം ചൊല്ലുന്നതാണ്. നാം കാണാതെ പഠിക്കേണ്ട, മനഃപ്പാഠമാക്കേണ്ട വിശ്വാസ പ്രമാണമാണ് നിഖ്യാ വിശ്വാസ പ്രമാണം. അപ്പോൾ നമുക്ക് ശ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണം നോക്കാം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. തൻ്റെ ഏകപുത്രനായ ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയാമിൽ നിന്ന് ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിൻ്റെ ദിവസങ്ങളിൽ കഷ്ടത അനുഭവിച്ച് ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിൽ കരേറി സർവശക്തനായ പിതാവിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നുവെന്നും അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വീണ്ടും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും നിത്യായുസ്സിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഇതാണ് ശ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണം. വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുപറയപ്പെടുന്ന 12 വിശ്വാസ സത്യങ്ങൾ നമുക്ക് നോക്കാം. 1. പിതാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. 2. ദൈവത്തിൻ്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. 3. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകമറിയത്തിൽ നിന്ന് പിറന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 4. യേശു ക്രിസ്തു പൊന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ക്രൂശിക്കപ്പെടുകയും മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 5. യേശു ക്രിസ്തു പാതാളത്തിലേക്കിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും 3-ാം ദിവസം ഉത്ഥാനം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 6. യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു സർവശക്തനായ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 7. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 8. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. 9. പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. 10. പാപങ്ങളുടെ മോചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. 11. ശരീരത്തിൻ്റെ ഉയിർപ്പിൽ ഞാൻ വിശ്വസിക്കുന്നു. 12. നിത്യജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവയാണ് വിശ്വാസ പ്രമാണത്തിൽ നാം ഏറ്റുപറയുന്ന വിശ്വാസ സത്യങ്ങൾ. മരണത്തോടെ മനുഷ്യൻ്റെ ഈ ലോക ജീവിതം അവസാനിക്കുന്നു. അതിനുശേഷം വിധി, സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം, ഇങ്ങനെ വിവിധ ഘട്ടങ്ങൾ ഉണ്ട്. അവ നമുക്ക് നോക്കാം. മരണത്തോടെ മനുഷ്യൻ്റെ ശരീരവും ആത്മാവും തമ്മിൽ വേർപിരിയുന്നു. ശരീരം ജീർണിക്കുന്നു. മനുഷ്യൻ്റെ അമർത്യമായ മരണമില്ലാത്ത ആത്മാവ് ദൈവിക വിധിയിലേക്ക് നീങ്ങുകയും ക്രിസ്തുവിൻ്റെ 2-ാം വരവിൽ രൂപാന്തരപ്പെട്ട് മനുഷ്യൻ്റെ ഉയർപ്പിക്കപ്പെടുന്ന ശരീരവുമായി ആ ആത്മാവ് സംയോജിതമാകാൻ കാത്തിരിക്കുകയും ചെയ്യുന്നു. വിധി. ഓരോ മനുഷ്യനും മരണശേഷം ഉടൻ തന്നെ തൻ്റെ വിശ്വാസത്തിനും പ്രവൃത്തികൾക്കും അനുസൃതം ദൈവത്തിൽ നിന്ന് തൻ്റെ അമർത്യമായ ആത്മാവിൽ സ്വീകരിക്കുന്ന പ്രതിഫലമാണ് വിധി. അത് സ്വർഗസൗഭാഗ്യത്തിലേക്കോ നിത്യശിക്ഷയിലേക്കോ ഉള്ള പ്രവേശനമാണ്. സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, നമുക്ക് സ്വർഗസൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസ സത്യം ഏറ്റുപറഞ്ഞ് കൽപ്പനകൾ കൃത്യമായി പാലിച്ച് പ്രാർത്ഥനാ ജീവിതം നയിച്ച്
മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് വിശുദ്ധ ജീവിതം നയിച്ചാൽ സ്വർഗ സൗഭാഗ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്വർഗം പരമോന്നതവും ആത്യന്തികവുമായ ആനന്ദത്തിൻ്റെ അവസ്ഥയാണ്. ദൈവത്തെ മുഖാമുഖം കാണുന്ന പരിശുദ്ധ തൃത്വത്തിൻ്റെ സ്നേഹക്കൂട്ടായ്മ അനുഭവിക്കുന്ന അവസ്ഥയാണ് സ്വർഗം. നാം ഓരോ ക്രിസ്തുവിശ്വാസിയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനും അവിടെ വിശുദ്ധ മാലാഖമാരൊപ്പം ഈശോയെ പാടി സ്തുതിക്കുവാൻ ഭാഗ്യം ലഭിക്കണമേ എന്നാണ്. സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, ഈ ഭൂമിയിൽ നാം വിശുദ്ധ ജീവിതം നയിച്ചാൽ നമുക്ക് സ്വർഗ സൗഭാഗ്യം തീർച്ചയായും ലഭിക്കുക തന്നെ ചെയ്യും. നരകം സ്വതന്ത്ര തീരുമാനത്തോടെ മാരക പാപത്തിൽ മരിച്ചവർക്കുള്ള നിത്യശിക്ഷയാണ് നരകം. ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്നകന്ന് നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25 അധ്യായം 41 തിരുവചനം. ഒരു മനുഷ്യൻ താൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി അല്ലെങ്കിൽ ചെയ്യുന്നത് ദൈവകൽപ്പനകൾക്കെതിരാണ് എന്ന് ബോധ്യമുണ്ടായിരുന്നിട്ടും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന മാരക പാപങ്ങൾക്കുള്ള ശിക്ഷയാണ് മരണാനന്തരം അവന് ലഭിക്കുന്ന നരകം. വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ഒരുങ്ങുന്ന എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവകൽപ്പനകൾ ഹൃദ്യസ്ഥമാക്കുകയും അത് ലംഘിക്കാതിരിക്കാൻ സ്ഥിരോത്സാഹികളുമായിരിക്കുകയും ചെയ്യണം. ശുദ്ധീകരണ സ്ഥലം. ദൈവവുമായുള്ള ബന്ധത്തിൽ മരിക്കുന്നവർക്ക് നിത്യരക്ഷ ഉറപ്പുണ്ടെങ്കിലും സ്വർഗസൗഭാഗ്യത്തിൽ പ്രവേശിക്കുവാൻ വീണ്ടും ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ആവശ്യമുള്ളവരാണ്. ഈ അവസ്ഥയാണ് ശുദ്ധീകരണ സ്ഥലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കളെ സഹായിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? സാധിക്കും. തിരുസഭയ്ക്ക് അവരെ സഹായിക്കാം. ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കളെ സ്വർഗസൗഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ തിരുസഭ അവരെ എങ്ങനെയൊക്കെയാണ് സഹായിക്കുന്നത്? വിശുദ്ധ കുർബാന, പ്രാർത്ഥന, ധർമ്മദാനം, ഉപവാസം, ത്യാഗം മുതലായ പുണ്യപ്രവൃത്തികൾ കൊണ്ടും ദണ്ഡവിമോചനങ്ങൾ കൊണ്ടും ശുദ്ധീകരണത്തിന് വിധേയരാക്കപ്പെടുന്ന ആത്മാക്കളെ സഹായിക്കാൻ സാധിക്കും. ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുക, പ്രാർത്ഥിക്കുക, ധർമ്മദാനം, ഉപവാസം, ത്യാഗം മുതലായ പുണ്യപ്രവൃത്തികൾ നാം ചെയ്യുമ്പോൾ അവർ സ്വർഗസൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കും. ദണ്ഡവിമോചനം എന്നാൽ എന്താണ്? ക്ഷമിക്കപ്പെട്ട പാപങ്ങളുടെ കാലിക ശിക്ഷയിൽ നിന്ന് ദൈവ തിരുമുൻപാകെയുള്ള ഇളവ് ചെയ്യലാണ് ദണ്ഡവിമോചനം. വിശുദ്ധ കുമ്പസാരത്തിലൂടെ ക്ഷമിക്കപ്പെട്ട നമ്മുടെ പാപങ്ങളുടെ ശിക്ഷകൾക്ക് തിരുമുൻപാകെ ലഭിക്കുന്ന പൂർണ്ണമായ ഇളവ് ചെയ്യലാണ് അല്ലെങ്കിൽ മോചനമാണ് ദണ്ഡവിമോചനം. ക്രിസ്തുവിൻ്റെയും വിശുദ്ധരുടെയും പരിഹാര കർമ്മങ്ങളുടെ നിക്ഷേപത്തെ അധികാരത്തോടെ വിതരണം ചെയ്യുകയും വിനിയോഗിക്കുകയും ചെയ്യുന്ന സഭയുടെ പ്രവൃത്തിയിലൂടെയാണ് വിശ്വാസി ദണ്ഡവിമോചനം പ്രാപിക്കുന്നത്. പാപമോചനം, ദൈവവുമായുള്ള ഐക്യത്തിൻ്റെ സ്ഥാപനം, പാപത്തിൻ്റെ നിത്യശിക്ഷയുടെ ഇളവ് ചെയ്യൽ ഇവ ഉൾക്കൊള്ളുന്നതാണ് ദണ്ഡവിമോചനം. ഏതു വിശ്വാസിക്കും തനിക്കു വേണ്ടിയോ മരിച്ചവർക്ക് വേണ്ടിയോ ദണ്ഡവിമോചനങ്ങൾ നേടാവുന്നതാണ്. രണ്ടാം വത്തിക്കൽ കൗൺസിലിന് ശേഷം 1968 ജൂൺ 29 മാനുവൽ ഓഫ് ഇൻ്റലിജൻസസ് എന്ന രേഖയിൽ തിരുസഭ ദണ്ഡവിമോചന വ്യവസ്ഥകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പോൾ 6 മാർപ്പാപ്പ പറയുന്നു, പാപകടങ്ങൾ നീക്കുക എന്നതിനേക്കാൾ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവസ്നേഹവും പരസ്നേഹവും ജ്വലിപ്പിക്കുന്നതിനാണ് ദണ്ഡവിമോചനം ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ വിശുദ്ധവും നിർമ്മലവുമായ ഹൃദയത്തിൽ ആഴമുള്ള ദൈവവിശ്വാസത്തിൽ നിന്നും ദൈവസ്നേഹവും പരസ്നേഹവും ജ്വലിപ്പിക്കാൻ നിങ്ങൾ പ്രതിജ്ഞാബദ്ധരാകണം. ദൈവവിശ്വാസവും ദൈവസ്നേഹവും നിങ്ങളിൽ നിറയുമ്പോൾ വിശ്വാസികളുടെ സമൂഹത്തിൽ ജ്വലിക്കുന്ന നക്ഷത്രങ്ങളായി ശോഭിച്ച് ക്രിസ്തുവിന് സാക്ഷികളാകുന്ന യഥാർത്ഥ മാതൃകയുള്ള ക്രിസ്തുവിശ്വാസികളായി ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ലോകത്തിൽ പുണ്യപ്രവർത്തികൾ ചെയ്ത് നിത്യരക്ഷ ഉറപ്പാക്കി സ്വർഗസൗഭാഗ്യം സംലഭ്യമാകുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. പ്രിയ കുഞ്ഞുങ്ങളെ, വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ വിശുദ്ധിയുടെ പുതു ചൈതന്യത്തിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങളുടെ ക്രിസ്തീയ വിശ്വാസം ദൃഢതയുള്ളതും അചഞ്ചലവും നിത്യവുമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി.